സോ ഗൈസ് USD JPY ഇപ്പോൾ എടുത്തുള്ള ഒരു ട്രേഡാണ്. ഏകദേശം 9:37 PM ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഡെയിലിയിൽ ആ ഒരു പ്രീവിയസ് ഡേയുടെ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, നേരെ ഫോർവേഡിൽ നോക്കുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് താഴോട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാനൊരു സ്കാൽപ്പാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കാൽപ്പിൽ നമുക്ക് എൻ്റെ ഒരു POI എന്ന് പറയുന്നത് ആക്ച്വലി 1 ഹവറിൻ്റെ താഴോട്ടാണ് ഞാൻ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 ഹവറിൽ കാണാം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് താഴോട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 30 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഷ്രിങ്ക് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ ഒരു ഹൈ അല്ലേ, അപ്പോൾ ഈ 30 മിനിറ്റിന് ശേഷം അലൈൻ ചെയ്ത ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത് 50 മിനിറ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 50 മിനിറ്റ്സിൽ ഈ ഒരു 1 2 3 തേർഡ് ക്യാൻഡലിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തിട്ടുള്ള മൂവാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അത് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് ഈ റേഞ്ചിനകത്ത് തന്നെ ക്ലോസ് ആയി. ഓക്കെ, ഈ റേഞ്ചിനകത്ത് തന്നെ ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാവും, ഈ റേഞ്ചിനകത്ത് ക്ലോസ് ആയി. ഓക്കെ, നേരെ 1 മിനിറ്റിലാണ് പോയിട്ടുള്ളത്. 1 മിനിറ്റിൽ കാണാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോൺസ് എന്ന് പറയുന്നത് പ്രൈസ് ഇവിടെ ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, പ്രൈസ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. പ്രൈസ് ഈ ഒരു ഏരിയ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുക്കാൻ പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു ഒബിയിൽ പ്രൈസ് ടാപ്പ് ചെയ്യുന്നുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. 1:2 RR വരുന്ന ട്രേഡ്. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. പ്രൈസ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കി ആദ്യം. ഓക്കെ, പ്രൈസ് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കി അല്ലേ. ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ദെൻ പ്രൈസ് എഗെയിൻ ഈ ഒരു റേഞ്ചിലോട്ട് വന്നു, എക്സ്ട്രീം POയിലോട്ട് വന്നു. ഈ ഒരു POയിലോട്ട് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള എൻട്രി ഞാൻ അവിടെ നിന്നൊരു പ്രൈസ് ഒരു കൺഫർമേഷൻ കിട്ടിയപ്പോഴാണ് ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ MSS കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് അടുത്ത ഒരു ലിക്വിഡിറ്റി ഏരിയ വരെയുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ട്. പ്രൈസ് ഒബ്വിയസ്ലി പ്രൈസ് എന്തായാലും ഇങ്ങോട്ട് വരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് TP ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് MSS, ദെൻ പ്രൈസ് വീണ്ടും റീടെസ്റ്റ് എടുത്തു. അവിടെ നിന്ന് റിയാക്ഷൻ വരുന്ന സമയത്ത് ഒരു എൻട്രി, ഒരു സ്കാൽപ്പ് ഞാൻ പുഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ ബൈ.